നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 39 അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആ കാലത്ത് ബലദാന്റെ മകനായ മെറോദാക്ക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ചു. തന്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാലയൊക്കെയും തന്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. അപ്പോൾ യെശയ്യാപ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്ന് അവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ഒരു ദൂരദേശത്ത് നിന്ന്, ബാബേലിൽ നിന്ന് തന്നെ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, എന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു. എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിച്ച നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ക്ഷണന്മാരായിരിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു. ഇതുവരെ വിജയം കണ്ട ഹിസ്കിയാവിന് സംഭവിച്ച ഒരു പരാജയമാണ് 39 വിഷയം. ഹിസ്കിയാവ് ആത്മീയമായി ഒരു ജയജീവിതമാണ് ഇതുവരെ നയിച്ചത്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. പക്ഷേ ഹിസ്കിയാവിന് അവസാനം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായ വീഴ്ചയും താഴ്ചയും ബൈബിൾ മറച്ചു വെച്ചിട്ടില്ല. യോബ് നീതിപ്രസംഗിയായിരുന്നു, നല്ല കുടുംബജീവിതം നയിച്ച ആളായിരുന്നു. പക്ഷേ ജലപ്രളയത്തിന് ശേഷം അദ്ദേഹം വീഞ്ഞ് ഉണ്ടാക്കി കുടിച്ചു. അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുവാൻ ഇടയായി. അത് ബൈബിൾ മറച്ച് വെച്ചില്ല. അതുപോലെ ഇസഹാക്കിന്റെ ജീവിതത്തിലുണ്ടായ കുറവ്, യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായ കുറവ് ബൈബിൾ മറച്ചു വെച്ചിട്ടില്ല. യാക്കോബ് ദൈവത്തോട് മല്ലുപിടിച്ച് ജയിച്ച ആളാണ്. പക്ഷേ ബേഥേലിൽ ആരാധിക്കേണ്ടതിന് പകരം ശേഖേമിലാണ് അദ്ദേഹം യാഗപീഠം പണിത് ആരാധിച്ചത്. അതിന്റെ ശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മോശയുടെ ജീവിതത്തിൽ ഇസ്രായേലിന് ന്യായപ്രമാണം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയവനാണ് മോശ. പക്ഷേ അദ്ദേഹം അവസാനം ഒരു അനുസരണക്കേട് കാണിച്ചു. ദൈവത്തെ ജനമധ്യെ മഹത്വപ്പെടുത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം കനാൻ നാട് കാണുക മാത്രമല്ലാതെ അതിൽ പ്രവേശിക്കുവാൻ ഇടയുണ്ടായില്ല. അതുപോലെ ദാവീദിന്റെ ജീവിതത്തിലെ വീഴ്ചയും നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഹിസ്കിയാവിന് വലിയ സൗഖ്യമാണുണ്ടായത്. 15 വർഷത്തെ ആയുസ്സും അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ അദ്ദേഹത്തെ അത് നിഗളത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഈ പരാജയത്തിന് കാരണം. രോഗസൗഖ്യം നേടിയാൽ പൗലോസും നിഗളിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ രോഗിയായി തുടരാൻ അനുവദിച്ചതെന്നാണ് പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. രോഗസൗഖ്യ വിവരം അറിഞ്ഞ ബാബേൽ രാജാവ് ദൂതന്മാരെ എഴുത്തും സമ്മാനങ്ങളുമായി അയച്ചു ഹിസ്കിയാവിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടിയ ആളുകളെ അഭിനന്ദിക്കാൻ ആളുകൾ എത്തുക പതിവാണ്. യോബിന്റെ രോഗസൗഖ്യം അറിഞ്ഞ ആളുകൾ എത്തി അദ്ദേഹത്തിന് സ്വർണ്ണ നാണയങ്ങളും മോതിരങ്ങളും നൽകി. ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ച ശലോമോനെ 120 താലന്ത്
സ്വർണവുമായിട്ടാണ് ശേബാരാജ്ഞി വന്ന് അഭിനന്ദിച്ചത്. ശലോമോൻ യഹോവയുടെ മഹത്വം ശേബാരാജ്ഞിയെ അറിയിച്ചതുപോലെ ഹിസ്കിയാവ് ബാബേൽക്കാരെ യഹോവയുടെ മഹത്വമാണ് അറിയിക്കേണ്ടിയിരുന്നത്. ശലോമോൻ ശേബാരാജ്ഞിയെ ദേവാലയത്തിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ആരാധനയും അതുപോലെ ആ ദൈവത്തെ എങ്ങനെ ചിട്ടയോടെ സേവിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. അതുകൊണ്ട് ശേബാരാജ്ഞി പറഞ്ഞത്, യഹോവയല്ലാതെ ഒരു ദൈവം ഇല്ല, അതുകൊണ്ട് അവൾ യഹോവയെ സേവിക്കും എന്ന് തീരുമാനമെടുത്താണ് പോയത്. അതാണ് സാധിക്കേണ്ടത്. കർത്താവ് നമുക്ക് നൽകിയ നന്മകളുടെ അടിസ്ഥാനത്തിൽ ആ കർത്താവിനെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. പക്ഷേ ഹിസ്കിയാവ് തൻ്റെ നന്മകളൊക്കെയാണ് കാണിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം വലിയ ബുദ്ധിമാനായതുകൊണ്ട് ബുദ്ധിപൂർവ്വമായിരിക്കാം. കാരണം ഇത്രയും സ്വത്തും ഇത്രയും ആയുധങ്ങളും എനിക്കുണ്ട്, അതുകൊണ്ട് ആർക്കും എന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല, അശൂർ രാജാവൊന്നും എന്നെ തോൽപ്പിക്കാൻ ഇനി വന്നേക്കരുത് എന്ന് ആയിരിക്കാം ഹിസ്കിയാവ് ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വത്തിനൊന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. നമ്മുടെ കുതിരയ്ക്കും കുതിരപ്പടയ്ക്കും ഒന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കുക. ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണിക്കാം. ശിംശോന്റെ കാര്യം നമുക്കറിയാം. ശിംശോൻ ആ സ്ത്രീയോട് പറഞ്ഞത്, ദൈവമാണ് എൻ്റെ ബലം, ദൈവം എന്നോട് കൂടെ ഉണ്ട്. എങ്കിൽ അവൾക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല, ഫിലിസ്തർക്ക് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞു, എൻ്റെ ബലം എൻ്റെ ജടയാണ്, എൻ്റെ തലമുടിയാണ് എന്ന് പറഞ്ഞു. അതാണ് തോൽക്കാൻ കാരണം. ഇവിടെ ഹിസ്കിയാവ് ദൈവത്തെ തൻ്റെ അടുക്ക വന്ന ആ ബാബേൽക്കാരെ അറിയിക്കേണ്ടതിന് പകരം ഭണ്ഡാരത്തിലെ സ്വർണം, വെള്ളി, സുഗന്ധവർഗ്ഗങ്ങൾ, പരിമള തൈലം, ആയുധശേഖരം, പട്ടാളക്കാര് ഇവരെല്ലാം കാണിക്കാനിടയായി. ദൈവം യെശയ്യാപ്രവാചകനെ അയച്ച് ശാസിച്ചു. പറഞ്ഞത്, നിന്റെ മക്കളുടെ കാലത്ത് ഇവയെല്ലാം ഈ ബാബേൽക്കാര് എടുത്തുകൊണ്ടു പോകാനിടയാകും, നിന്റെ മക്കളെ അവർ ഷണ്ണന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഗഹകാര്യക്രമത്തിലാക്കുക, മരിച്ചു പോകും എന്ന് അരുളപ്പാട് ലഭിച്ച സമയത്ത് ഹിസ്കിയാവ് എന്താ ചെയ്തത്? ദൈവമേ സഹായിക്കണം, ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത് ഓർക്കണം എന്ന് നിലവിളിച്ചു പറഞ്ഞ് സൗഖ്യം നേടി 15 വർഷത്തെ ആയുസ്സും കൂടെ നേടിയ ആളിന് തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യാമായിരുന്നു. ഹാഗാർ ആദ്യം വീട് വിട്ടു പോയപ്പോൾ ബർലഹൈ രോയി വെച്ച് ദൈവം അവളെ കണ്ടു, നീ മടങ്ങിപ്പോവുക, ഞാൻ കൂടെ ഇരിക്കാം, സഹായിക്കാം എന്ന് പറഞ്ഞതാണ്. എന്നാൽ രണ്ടാമത് അവളെയും മകനെയും ഇറക്കി വിട്ട സമയത്ത് അവൾ പോകേണ്ടിയിരുന്നത് എങ്ങോട്ടാണ്? അതേ ബർലഹൈ രോയിലേക്ക്. ദൈവം എന്നെ ഇറക്കി വിട്ടു, എൻ്റെ ഭാഗത്ത് ചില തെറ്റുകളുണ്ടായി, ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ അലഞ്ഞു നടക്കേണ്ടി വരുമായിരുന്നില്ല. അവൾ ബർശേബ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു, ഉഴന്നു നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഹിസ്കിയാവ് തന്നെ സഹായിച്ച ആ ദൈവത്തെ സമീപിച്ച് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ദാവീദിനെ പോലെ പറഞ്ഞിരുന്നെങ്കിൽ വിടുതലുണ്ടാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത്, എൻ്റെ കാലത്ത് കുഴപ്പമില്ലല്ലോ, മക്കളുടെ കാലത്തല്ലേ, സാരയില്ല. പ്രിയപ്പെട്ടവരെ, മൃഗങ്ങൾ പോലും അതിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ദൗത്യത്തിൽ അത് കൊല്ലപ്പെടാറുണ്ട്. നമ്മളത് കാണാറുണ്ട്. ആനിമൽ പ്ലാന്റിലും അതുപോലെ ഡിസ്കവറി ചാനലിലും ഒക്കെ ഫോറസ്റ്റിൽ സംഭവിക്കുന്നത്. ഒരു മാനിൻ്റെ കുഞ്ഞിനെ ഒരു സിംഹം പിടിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു പോത്തിൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ വന്നാൽ, തീർച്ചയായിട്ടും അതിനെ നേരിട്ട് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ മാതാവ് ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഹിസ്കിയാവ് പറയുകയാണ്, എൻ്റെ മക്കളുടെ കാലത്തല്ലേ, സാരയില്ല, എൻ്റെ കാലത്ത് കുഴപ്പമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും തലമുറകൾക്കും അനുഗ്രഹമുണ്ടാകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവമേ, നീ എന്നെ ശിക്ഷിക്കുക, എൻ്റെ മക്കളെ ശിക്ഷിക്കരുത് എന്ന് പറയണം. ദാവീദ് ദൈവത്തോട് പറഞ്ഞു, എന്നെ ശിക്ഷിക്കരുത്, എൻ്റെ ജനത്തെ നീ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ അവന് ആത്മീയമായ ഒരു വീഴ്ച സംഭവിക്കാനിടയായി. ആ വീഴ്ച വലിയതായിരുന്നു. അതുകൊണ്ടാണ് അനുദപിക്കാൻ തനിക്ക് തോന്നാതെ ഇരുന്നത്. ഭക്തന്മാരുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള തെറ്റുകൾ ബൈബിളിൽ എഴുതിയിട്ടുള്ളത് നാം അത് കണ്ട് പഠിക്കാനാണ്, അത് നമുക്കുണ്ടാകാതെ സൂക്ഷിക്കാനാണ്.
അതുകൊണ്ട് ഏത് പ്രായത്തിലും തെറ്റാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കരുതലോടുകൂടെ ജീവിക്കുവാൻ, ഇളിക്കാതെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.